മുംബൈ ഭീകരാക്രമണം നടന്ന് 16 വർഷത്തിന് ശേഷം മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ ഇന്ത്യൻ കോടതി വ്യവഹാരം നേരിടുന്നു. അമേരിക്ക കൈമാറിയതിനെ തുടർന്ന് ഇന്ന് രാത്രിയാണ് തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചത്. പട്യാല ഹൌസ് കോടതിയിൽ NIA പ്രത്യേക കോടതി ജഡ്ജി റാണയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം റാണയെ NIA സംഘം ചോദ്യം ചെയ്യും. പി ബസന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ബസന്ത്, നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അറിയുന്നത്? ഇനി എങ്ങനെയായിരിക്കും? ഇന്ന് വൈകിട്ടാണ് തവാഹൂർ റാണയെ ഡൽഹിയിൽ എത്തിക്കുന്നത്. NIA സംഘമാണ് ലോസ് ആഞ്ചലസിൽ നിന്നും അദ്ദേഹത്തെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചത്. ഡൽഹി വിമാനത്താവളത്തിൽ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് NIA. ഇപ്പോൾ പട്യാല ഹൌസ് കോടതിയിൽ ഇപ്പോൾ കോടതി നടപടികൾ തുടങ്ങുന്നതിന്റെ മുന്നോടിയായി ജഡ്ജി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ NIAക്ക് വേണ്ടി ഹാജരാകുന്ന പ്രത്യേക സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ മുതിർന്ന അഭിഭാഷകൻ ദയാൻ കൃഷ്ണനും ഒക്കെ കോടതിയിലുണ്ട്. റാണയ്ക്ക് വേണ്ടി ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റി നിയമിച്ച അഭിഭാഷകനായ പീയൂഷ് സച്ദേവയാണ് കോടതിയിലുള്ളത്. കോടതി പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുന്നു. അതായത് മാധ്യമപ്രവർത്തകരടക്കമുള്ളവരെയൊക്കെ തന്നെ കോടതിയുടെ പുറത്തേക്കാക്കിയിട്ടുണ്ട്. റാണയെ അവിടെ കൊണ്ടുവന്നിട്ടില്ല. വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കോടതി നടപടികൾ ചിലപ്പോൾ ഓൺലൈനായി മാത്രമേ നടക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടായിരിക്കും കോടതി പൂർണ്ണമായും ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത്. വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തിനെ പുറത്തിറക്കുന്ന മുറയ്ക്ക് അത് ചിലപ്പോൾ NIA ആസ്ഥാനത്തേക്കായിരിക്കും കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോധി റോഡിലുള്ള NIAയുടെ ആസ്ഥാനത്താണ്. ഇവിടെ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും ചിലപ്പോൾ കോടതി നടപടികൾ നടക്കുക എന്ന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും NIA റാണയുടെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത്. അതായത് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള നിലപാടാണ് NIAക്കുള്ളത്. NIA എടുത്ത കേസിലെ രണ്ടാം പ്രതിയാണ് തവാഹൂർ റാണ.